ശ്രീ രാജു, എന്താണ് ഈ പരാതിയിലുള്ള കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാമോ? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മതങ്ങളെയോ മതസ്ഥാപനങ്ങളെയോ മതചിഹ്നങ്ങളെയോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഇന്നോ ഇന്നലെയോ വന്നതല്ല. ശേഷന്റെ കാലഘട്ടത്തിന് ശേഷം അത് കർശനമായി പാലിക്കപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്വാമി അയ്യപ്പന്റെ പേരിൽ ഒരു പാരഡി ഗാനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും ലീഗും എല്ലാം ചേർന്ന് ഇറക്കിയത് കേരള സമൂഹത്തിൽ വലിയ സങ്കീർണത സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ തന്നെ പരാതികൾ നൽകിയെന്നാണ് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരമൊരു സാഹചര്യം ഇപ്പം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് പല സംഘടനകളും ഇതിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അതൊരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. എങ്കിലോട്ടെ കാര്യം ചോദിക്കട്ടെ ശ്രീ രാജു എബ്രഹാം, ഇത് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണോ CPM ഈ പാട്ട് കേൾക്കുന്നത്? അതിന് മുമ്പ് കേട്ടിരുന്നില്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല? ശേഷമോ ഏത് സന്ദർഭത്തിലും നമുക്ക് പരാതി കൊടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അപ്പൊ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അല്ല, അങ്ങനെയെങ്കിൽ ആ പരാതി നിലനിൽക്കുമോ എന്നാണ്. അതായത് റിസൾട്ടും കഴിഞ്ഞ് പരാതിപ്പെടുമ്പോൾ ആ പരാതിക്ക്, അതായത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണെങ്കിൽ പരാതി നൽകുമ്പോൾ ഒരു പക്ഷേ കമ്മീഷൻ അതിൽ ഇടപെടും, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ അത് പിൻവലിക്കാനുള്ള നിർദ്ദേശമെങ്കിലും നൽകും. ഇപ്പോൾ ഈ പരാതി നൽകുന്നതിൽ എന്ത് കാര്യമാണുള്ളത് എന്നാണ്? തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേ ഫലം പുറത്തുവിട്ടു. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പുറത്തുവിട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒരു നിർദ്ദേശവും നടപടിയോ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ നടപടി ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഇനിയും കൊടുക്കുന്ന പരാതികൾ ഇനി കണക്ക് കൊടുത്തില്ലെങ്കിൽ 6 വർഷം വരെ അയോഗ്യമാക്കാൻ വേണ്ടി വരെയുള്ള കാര്യങ്ങളില്ലേ? അപ്പൊ ഇവിടെ പാട്ടുപാടിയവരും പാട്ട് രചിച്ചവരും എല്ലാം അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കെതിരെ കേസെടുക്കേണ്ടി വരില്ലേ ഒരു നടപടിയിലേക്ക് ഈ പരാതിയിൽ കടക്കുകയാണെങ്കിൽ? എത്ര ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും, എത്ര ആളുകൾ ഇത് കേട്ടിട്ടുണ്ടാവും, എത്ര ആളുകൾ ഇത് വീണ്ടും പാടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ആ പരാതി ഏതു തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് താങ്കൾ കരുതുന്നത്? അതുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ല് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ആ സൈബർ സെല്ല് ഇതുമായി ബന്ധപ്പെട്ട് ഏത് സാമൂഹ്യ മാധ്യമങ്ങളാണോ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുമോ, അതോ ഇത് ആദ്യം പ്രസിദ്ധീകരിച്ച ആളുകളെയാണോ, അത് എഴുതിയിട്ടുള്ള ആളുകളാണോ, പാട്ടുപാടി നടന്നിട്ടുള്ളവരാണോ, പാട്ടുപാടി നടന്ന നേതാക്കന്മാരാണോ? ഇതെല്ലാം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മതവികാരം എങ്ങനെ വ്രണപ്പെട്ടു എന്നാണ് താങ്കൾ പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ പരാതി നൽകി? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്നുവെച്ചാൽ സ്വാമി അയ്യപ്പനെ ദുരുപയോഗം ചെയ്തു. സ്വാമി അയ്യപ്പൻ മാത്രമല്ല, ഏത് മതത്തിന്റെയും ദൈവങ്ങളോ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ ആരാധനാ സ്ഥലങ്ങളോ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ അത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ലേ, നിയമവിരുദ്ധമല്ലേ? അതിനകത്ത് എന്താ അത്ഭുതമായ കാര്യം? എന്താ? ഒരു പുതുമയില്ല അക്കാര്യത്തിൽ. അല്ല, ഈ പാരഡി ഗാനങ്ങൾ, അതായത് ഭക്തിഗാനങ്ങളുമായി ബന്ധപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇത്തരത്തിൽ പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു നമുക്കറിയാമല്ലോ, അത് സാധാരണമാണ്, അത് വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ റിസൾട്ട് കഴിഞ്ഞ് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു കാര്യവുമായി വരുമ്പോൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഇല്ലെങ്കിൽ UDFന്റെ ഭാഗത്തു നിന്നൊരു ആരോപണമുണ്ട്. സ്വർണ്ണ പാളി കേസ് ഇല്ലെങ്കിൽ ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു തിരിച്ചടി അത് CPMന് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അതിനാണ് ഇതിങ്ങനെ പരാതിയുമായൊക്കെ മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനെന്താണ് താങ്കളുടെ മറുപടി? സ്വർണ്ണക്കൊള്ളയുമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ പിതൃസ്ഥാനത്തുള്ള പന്തളം മുനിസിപ്പാലിറ്റി, പന്തളം ക്ഷേത്രം അടങ്ങുന്ന പന്തളം മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ലല്ലോ. അവിടെ BJPയുടെ പന്തളം മാത്രമല്ലല്ലോ, അയ്യപ്പ ഭക്തർ കേരളം മുഴുവൻ, കേരളം ഒന്നുമല്ല, എവിടെയൊക്കെയുണ്ട്. ഞാൻ പറയാം, അതിലേക്ക് ഞാൻ വരാം. ശബരിമല വാർഡ്, ശബരിമല സ്ഥിതി ചെയ്യുന്ന ശബരിമല വാർഡും ശബരിമല സ്ഥിതി ചെയ്യുന്ന ശബരിമല പഞ്ചായത്തും ഞങ്ങൾ ജയിച്ചില്ലേ? അപ്പോ കേരളം മുഴുവൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇനി സ്വർണ്ണപ്പാളി, സ്വർണം കട്ടതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കർശന നടപടി, ജയിലിൽ അടച്ചില്ലേ?
ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി മെമ്പറിനെ. പാർട്ടി പുറത്താക്കിയോ? പാർട്ടി പുറത്താക്കണോ വേണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കും, ഗൗരവമായിട്ട് എടുക്കും. കുറ്റപത്രം അല്ല, ആരോപണം നേരിട്ടയാളെ കോൺഗ്രസ് പുറത്താക്കിയില്ല എന്ന് പറയുന്ന ആളുകൾ സ്വന്തം പാർട്ടിക്കകത്ത് ഇത്ര വലിയ ആരോപണവും ഇത്ര വലിയ കള്ളത്തരവും കാണിച്ചുവെന്ന് തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉയർത്തില്ലേ? ഇപ്പം അതിന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടമാണ്. ആദ്യം പത്മകുമാർ തിരുത്തിയെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് ജയശ്രീ തിരുത്തിയെന്നാണ്. ആ ജയശ്രീ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയിരിക്കുകയാണ്. വസ്തുത യഥാർത്ഥത്തിൽ വരട്ടെ. ആരാണ് പ്രധാനപ്പെട്ട കുറ്റവാളികൾ, കുറ്റം ചെയ്തവർ ആരൊക്കെ എന്നുള്ളത് വരട്ടെ. നമ്മൾ എന്തിനാണ് ധൃതിപ്പെടുന്ന അക്കാര്യത്തിൽ? എന്തായാലും പത്മകുമാറിനെ ജയിലിൽ അടയ്ക്കാൻ ചങ്കൂറ്റം കാണിച്ചില്ല ഈ ഗവൺമെന്റ്. അതിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ. അതിൽ അന്വേഷണത്തിൽ ഇത്ര കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക്, അതും കോടതിക്ക് വരെ ബോധ്യപ്പെട്ട കാര്യത്തിൽ അങ്ങനെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അത് വേറെ കാര്യം. ശരി രാജു എബ്രഹാം, മറ്റൊരു കാര്യം. ഇതിപ്പോ ഈ പാരഡി ഇതേ അയ്യപ്പ ഭക്തിഗാനം വെച്ചുകൊണ്ട് പണ്ട് കൈരളി ടിവിയിൽ ഒരു കലാഭവൻ മണിയും നാദിർഷയും ചേർന്ന് പാടുന്ന ഒരു പാട്ടൊക്കെ നമ്മൾ നേരത്തെ അത് പ്ലേ ചെയ്തിരുന്നു, താങ്കൾ കേട്ടിട്ടും ഉണ്ടാവും. അപ്പം അതൊന്നും പ്രശ്നമല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൂടി അതും ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെങ്കിൽ അത്തരം പരാതികൾ കൂടി ഇല്ലെങ്കിൽ അത്തരം കേസുകൾ കൂടി എടുക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും എടുക്കണം. എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? പരാതിപ്പെടുകയും കേസെടുക്കുകയും കൈരളി ചാനലിനെതിരെ കുറ്റപത്രം കൊടുക്കുകയും വിചാരണയും ചെയ്ത് എന്തുകൊണ്ട് ചെയ്തില്ല? ഞങ്ങളതിന് ഉത്തരവാദിയാണോ? പിന്നെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലൂടെ ഒരു മറുപടി പറയാൻ അവസരം തരണം. മറ്റൊന്നുമല്ല, കട്ടളപ്പാളി സംബന്ധിച്ച ഒരു പ്രചരണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി ആദ്യത്തെ പ്രവൃത്തിയാണ്. ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കേരളത്തിലെ 2 MP-മാർ ചേർന്ന് സോണിയാഗാന്ധിക്ക് കൊടുത്തില്ലേ? എന്തുകൊണ്ട് നിങ്ങളത് കണ്ടില്ല? അതുകൂടെ ഉൾപ്പെടുത്താമായിരുന്നല്ലോ ഇതിനകത്ത്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ, മോഷണ വിഷയത്തിൽ 1-ാം പ്രതിയായി വരേണ്ടത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇത് വാങ്ങിയ ഒരു പ്രതിയല്ലേ? എന്തുകൊണ്ട് അത് ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് നമുക്ക് ചോദ്യമില്ല? അതുകൂടി നമ്മൾ പറയണം. അല്ല, ആ പ്രതിയിലിരിക്കട്ടെ. ഇപ്പൊ പിടിയിലായവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഇപ്പം ജാമ്യം പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് CPM ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഇല്ലെങ്കിൽ CPM-നകത്തുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വർണ്ണപ്പാളി വിഷയത്തിൽ അത് നിലവിൽ ഇപ്പൊ CPI പറയുന്നത് പോലെ അത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബാധിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇപ്പം ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇതിന്റെ അന്വേഷണം ഉന്നതരിലേക്ക് എത്തണം. ഡൽഹിയിലെ MP-മാർ സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണോ ഹൈക്കോടതി പറഞ്ഞതെന്നാണ് നമുക്കുള്ള സംശയം.